ഹലോ ഗൈസ്, എൻ്റെ പേര് അനിൽ മറ്റത്തിക്കുന്നേൽ. ഞാൻ ഷിക്കാഗോയിലാണ് താമസിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടെസ്ല ഫുൾ സെൽഫ് ഡ്രൈവിങ് എന്ന ആ ഒരു കൺസെപ്റ്റിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുവാനും അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് കാണിക്കുവാനും കൂടിയാണ്. 2018 മുതൽ ടെസ്ലയുടെ ആദ്യകാല മോഡൽ 3 എന്ന മോഡലിനെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ വാഹനം 85,000 മൈലുകൾ, അതായത് 1,00,000 മുകളിൽ 130ഓളം കിലോമീറ്ററുകൾ ഈ വാഹനം ഇതിനകം തന്നെ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. തുടക്കത്തിൽ ഓട്ടോ പൈലറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ വേർഷൻ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് ഫുൾ സെൽഫ് ഡ്രൈവിങ് സൂപ്പർവൈസ്ഡ് വേർഷനിൽ എത്തി നിൽക്കുകയാണ്. എത്രത്തോളം സുരക്ഷിതമാണ് ഫുൾ സെൽഫ് ഡ്രൈവിങ് എന്ന് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന്, ഈ വാഹനത്തിന് ചുറ്റും 6 ക്യാമറകളും വാഹനത്തിൻ്റെ അകത്ത് 1 ക്യാമറയുണ്ട്. 7 ക്യാമറകൾ ഒരേ സമയം പ്രവർത്തിക്കുകയും ഈ വാഹനത്തിലെ കമ്പ്യൂട്ടർ ആ വിഷ്വൽസ് റിയൽ ടൈമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടുകൂടി സുരക്ഷിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വാഹനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് എന്നുള്ളത്. ഇപ്പോൾ അമേരിക്കയിലുടനീളം പല സ്ഥലത്തും ഡ്രൈവർലെസ് കാറുകൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ടാക്സികളൊക്കെ ആയിട്ട്. അവയൊക്കെ പ്രവർത്തിക്കുന്നത് വെച്ചാൽ വിലയേറിയ റഡാർ ഉപകരണങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതോടൊപ്പം റിമോട്ടായിട്ട് ഈ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ആൾക്കാരെയും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ്. അതേസമയം ഒരു ജനറൽ പബ്ലിക്കിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഫുൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സുരക്ഷിതമായ ഒരു ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ആണ് ടെസ്ല വിഭാവനം ചെയ്യുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ നിരവധി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫാൻസി ആയിട്ടുള്ള നല്ല ലെതർ ഇൻറ്റീരിയറും ഒക്കെയുള്ള നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇത് നല്ല വാഹനമാണ്, ടെസ്ലയേക്കാളും നല്ലതാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ടെസ്ലയെ മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് എന്നുള്ള ഈ ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയറാണ്. ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം, ലോക്കൽ വഴികളിലായാലും എക്സ്പ്രസ് വേയിലായാലും. ഇന്ന് ഞാൻ ഹാമിൽട്ടണിൽ നിന്ന് വാഹനം എടുത്ത് ഇംഗർസോളിൽ, ചിക്കാഗോയിലേക്കുള്ള മാർഗ്ഗമധ്യയുള്ള ഇംഗർസോളിലുള്ള സൂപ്പർ ചാർജർ, അതായത് ഏകദേശം 60ഓളം മൈലുകളാണ്, 60 മൈലാണ്. ഈ 60 മൈലും യാത്ര ചെയ്യുമ്പോൾ പോയിൻ്റ് എ ടു പോയിൻ്റ് ബി വിത്ത് 0 ഇൻ്റർഫിയറൻസ്, അതായത് സ്റ്റിയറിങ്ങിലോ ആക്സിലേറ്ററിലോ ബ്രേക്കിലോ യാതൊരുവിധ ഇടപെടലുകളും നടത്താതെ വാഹനം പൂർണ്ണമായിട്ടും പോയിൻ്റ് എ ടു പോയിൻ്റ് ബി എങ്ങനെ പോകും എന്നുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ വീഡിയോ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഹാമിൽട്ടണിൽ നിന്ന് ചിക്കാഗോയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് ലോക്കൽ എടുത്ത് എക്സ്പ്രസ് വേ കയറിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഓട്ടോ പൈലറ്റ് അല്ല ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ചാർജിങ് സ്റ്റേഷൻ, അതായത് 53 മിനിറ്റിന് ശേഷം 57 മൈല് കവർ ചെയ്തതിന് ശേഷമുള്ള ചാർജിങ് സ്റ്റേഷൻ വരെ പൂർണ്ണമായും ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഉപയോഗിച്ച് പോകുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതാ ഇവിടെ ഒരു ലെഫ്റ്റ് ടേൺ സ്വന്തമായിട്ട് വണ്ടി എടുത്തിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടും ഹാൻഡ്സ് ഓഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു ട്രാഫിക് സിഗ്നലായിരുന്നു. ആ സിഗ്നൽ റെഡായപ്പോൾ കൃത്യമായിട്ട് വാഹനം കൃത്യമായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി അത് ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ അത് കൃത്യമായിട്ട് ഇവിടുന്ന് മുമ്പോട്ട് പോകുന്നതായിരിക്കും. കൃത്യമായിട്ട് ഇവിടെ ലെഫ്റ്റ് തിരിയുന്ന കാഴ്ചയാണ്. മറ്റൊരു സിഗ്നൽ എത്തിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സിഗ്നലാണ്, ട്രാഫിക് കൂടുതലുള്ള ഒരു സിഗ്നൽ. ഇവിടെ
ട്രാഫിക്കിൽ നിർത്തി റൈറ്റ് ടേൺ, ഫ്രീ റൈറ്റ് ടേൺ ആണ്. മുമ്പോട്ട് കയറി നിന്ന് ഇവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ് തിരിയുന്നത്. ഇനി ഇവിടുത്തെ ഒരു ഫ്രീ വേയിലേക്ക് കയറുകയാണ്. അതായത് ട്രാഫിക്കൊക്കെ കൂടുതലുള്ള ഫ്രീ വേയിലേക്ക് റാമ്പിൽ കൂടി സ്വയം സിഗ്നലിട്ട് സ്പീഡ് കുറച്ച് സ്വയം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങുന്ന ഭാഗമാണ് കാണുന്നത്. ലെഫ്റ്റിലേക്ക് സിഗ്നൽ എടുത്ത് എക്സ്പ്രസ് വേയിലേക്ക് കയറുന്നു. ലിങ്കൻ എം അലക്സാണ്ടർ വഴിയിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 69 മൈൽ, 56 മൈലാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. 68 മൈലിലേക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ലിങ്കൻ എം അലക്സാണ്ടർ പാർക്ക് വേയിൽ നിന്ന് 403ലേക്ക് കാറ് മെർജ് ചെയ്യുന്ന ഭാഗമാണ്. തന്നെ സിഗ്നൽ ഇട്ടു, ലെഫ്റ്റ് സൈഡിലേക്കുള്ള സിഗ്നൽ ഇട്ടിരിക്കുകയാണ്. അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് വീക്ഷിച്ചതിന് ശേഷം മെർജ് ചെയ്തിരിക്കുകയാണ്. തന്നെ സ്വയം ഒരു ലൈന് കൂടി മാറിയിരിക്കുകയാണ്. അടുത്ത ലൈനും സിഗ്നൽ ഇട്ടതിന് ശേഷം മാറുന്നു. ഇത് നമ്മൾ 403 എന്ന പ്രധാന എക്സ്പ്രസ് വേയിൽ നിന്ന് കാനഡയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്രസ് വേയിൽ ഒന്നായ 401ലേക്ക് മേർജ് ചെയ്യാൻ പോവുകയാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട്, അതായത് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷനും ഇല്ലാതെ വാഹനം സ്വയം 401ലേക്ക് കയറി ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് മേർജ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻസും ഇല്ല. കാണുന്നതാണ് 401. ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുകയാണ്. സ്വയം ഇൻഡിക്കേറ്റർ ഇട്ടു. അവിടെ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല, അതനുസരിച്ച് ലൈൻ മാറിയിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു ലൈനും കൂടെ മാറുന്നു. ഇത് 401ൻ്റെ ഏറ്റവും സ്പീഡ് കൂടിയ ലൈനിൽ ഫാർ ലെഫ്റ്റ് ലൈനിലേക്ക് കാറ് മേർജ് ചെയ്തിരിക്കുകയാണ്. അതായത് 403യിൽ നിന്ന് വന്ന് 2 ലൈനുകൾ മാറി ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പുറത്തെ ലൈനിലേക്ക് തൊട്ടുപുറകിൽ മറ്റൊരു വണ്ടി വന്നതുകൊണ്ട് തൊട്ടുപുറകിലുള്ള വണ്ടിക്ക് കടന്നു പോകുവാൻ വേണ്ടി ലൈൻ മാറിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഈ എക്സ്പ്രസ് വേയിൽ നിന്ന് എക്സിറ്റ് എടുത്ത് ഇംഗർസോൾ സൂപ്പർ ചാർജറിലേക്ക് വണ്ടി ചാർജ് ചെയ്യുവാനായിട്ട് കയറുകയാണ്. അവിടെയും വാഹനം സ്വയം ലൈൻ ഇപ്പോൾ ഓൾറെഡി മാറി അപ്പുറത്തെ അങ്ങേയറ്റത്തെ ലൈനിൽ നിന്ന് വലത്തെ സൈഡിലേക്കുള്ള ലൈനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സ്വയം ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് തിരിഞ്ഞ് ആ ടേൺ എടുത്ത് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതാ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ എക്സിറ്റ് എടുക്കുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല, വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തു, സ്പീഡ് കുറച്ചു. വളരെ സേഫായിട്ട് എന്നാൽ അത്യാവശ്യ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ
ലൈൻ ഇതാ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നും സിഗ്നലിൽ ഗ്രീനാണ്, അവിടെ നിന്ന് റൈറ്റ് വളരെ സ്മൂത്തായിട്ട് റൈറ്റ് തിരിയുന്ന ശ്രദ്ധിക്കുക. സ്പീഡ് കുറച്ചു, ഇങ്ങേറ്റത്തെ ലൈനിലേക്ക് ഇതാ തിരിഞ്ഞിരിക്കുന്നു. മുന്നോട്ട് പോയിട്ട് സൂപ്പർ ചാർജറിലേക്ക് കയറുവാനായിട്ട് ലെഫ്റ്റിലേക്ക് സിഗ്നൽ ഇട്ടിരിക്കുകയാണ്. ഇതാ കയറുന്നു, സൂപ്പർ ചാർജറിലേക്ക് കയറുന്നു. ഇവിടെ സിഗ്നൽ ഇട്ട് നേരെ തിരിയുന്നു. അതായത് പോയിന്റ് എ ടു ഇതാണ് പോയിന്റ് ബി. നമ്മൾ കരുതുന്ന പോയിന്റ് ബി ആണിത്. പോയിന്റ് ബിയിലേക്ക് യാതൊരു ഇൻ്റർവെൻഷനും ഇല്ലാതെ എത്തിയിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് ഇവിടെ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക് ഔട്ടുന്നു, ഓട്ടോ പൈലറ്റ് ക്യാൻസൽ ചെയ്യുന്നു, ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ എടുക്കുന്നു. ഇതാ അത് ഇനി ഓട്ടോ പാർക്കിലേക്ക് മാറിയിരിക്കുകയാണ്. പാക്കപ്പ് ചെയ്ത് സ്വയം പാർക്ക് ചെയ്യുന്നു. അങ്ങനെ പാർക്കിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് 50 മൈലുകൾക്ക് മുൻപ് നമ്മൾ ഹാമിൽട്ടണിൽ നിന്ന് സൈഡ് റോഡിൽ സ്റ്റാർട്ട് ചെയ്ത ആ യാത്ര ഒരു പ്രാവശ്യം പോലും സ്റ്റിയറിങ്ങിലോ ആക്സിലേറ്ററിലോ ബ്രേക്കിലോ നമ്മൾ തൊടുക പോലും ചെയ്യാതെ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ട് ഇംഗർസോൾ സൂപ്പർ ചാർജറിൽ സ്വയം പാർക്ക് ചെയ്തുകൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഫുൾ സെൽഫ് ഡ്രൈവിങ് എങ്ങനെയാണ് ടെസ്ലയിൽ സാധ്യമാകുന്നത്, എത്രമാത്രം അതിനെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ വ്യക്തമാക്കുവാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. പലരും എന്നോട് ഇതിനെപ്പറ്റി പലപ്പോഴും ചോദിക്കാറുണ്ട്. 2018 മുതൽ ഈ വാഹനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫുൾ സെൽഫ് ഡ്രൈവിങ്ങിൻ്റെ സൂപ്പർവൈസ്ഡ് വേർഷൻ വന്നിട്ട് ഏകദേശം 1 വർഷത്തോളം മുകളിലെ സൂപ്പർവൈസ്ഡ് വേർഷൻ വന്നിട്ട്, പക്ഷേ ഏറെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു വേർഷനാണിത്. പോയിൻ്റ് എ ടു പോയിൻ്റ് ബി വളരെ വ്യക്തമായിട്ട് മറ്റാരേക്കാളും നമ്മളെക്കാളും വളരെ കൃത്യതയോടുകൂടി ഡ്രൈവ് ചെയ്യുന്ന ഒരു വാഹനമായി ടെസ്ല മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി ഈ വീഡിയോ വാച്ച് ചെയ്തതിന്. ഈ വാഹനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഫുൾ സെൽഫ് ഡ്രൈവിങ്ങിനെ സംബന്ധിച്ചോ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാനോട് ബന്ധപ്പെടാവുന്നതാണ്. സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വളരെ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു.